ഫ്രണ്ട്സ്, വെൽക്കം ടു ആലീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി. അതിനായിട്ട് ഒരു 250 ഗ്രാം ഇഞ്ചി ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 10-20 ചെറിയ ഉള്ളി, അതും റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 ചെറിയ പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് കേട്ടോ. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ചേർക്കാം. ഇളക്കി കൊടുത്ത് വേണം നമ്മൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് കരിഞ്ഞു പോകും, കുറച്ച് മൂക്കത്തില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ മൂപ്പിക്കും. ക്രിസ്പി ആവുന്നത് വരെയാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ ഇഞ്ചി അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കിടന്നായത് കരിഞ്ഞു പോകും. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അരിഞ്ഞിട്ടിരിക്കുന്നത്, അതിട്ടു കൊടുക്കും. അതും ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണം കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഈ കിടന്നാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇഞ്ചിയുടെ കൂടെ തന്നെ ഇത് ഇടാം. ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറാക്കാനുള്ള ഒരു ചട്ടി ഞാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. നല്ലൊരു ടീസ്പൂൺ കടുക് ഇട്ടു. എണ്ണ നമ്മൾ ഇഞ്ചി വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇനി അടുത്തതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളകും കൂടെ വെച്ചത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട്. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ഉള്ളി പതുക്കി ഇട്ടില്ലേ, അതിനകത്ത് എണ്ണമയം ഉണ്ട് കേട്ടോ. അതങ്ങനെ ഇരിക്കുന്നു. അതൊന്ന് ഇതിനകത്ത് മൂപ്പിക്കാം. ഇനി അടുത്തതായിട്ട് പൊടികളാണ് തന്നെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു.
2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. മുളക് പൊടി കുറച്ചാണ് ഇടുന്നത്, ഒരു 1.5 ടീസ്പൂൺ കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം കായം കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഒരുപാട് വേണ്ട, ഒരുപാട് ആയിപ്പോയാൽ ഇഞ്ചിയുടെ മണം നമുക്ക് നഷ്ടമാകും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണമെന്ന് തോന്നുന്നു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ പൊടിച്ച പാത്രം ഉണ്ടല്ലോ, അത് കഴുകിയ വെള്ളമാണ്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയം തന്നെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ഒരു തുണ്ട് ശർക്കര എടുത്തിരുന്നു, അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇഞ്ചിക്കറി എന്തായാലും നമുക്ക് നോക്കാം. ഇല്ല പറ്റി വന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നിർത്തണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചും കൂടെ അങ്ങ് വരും കേട്ടോ. ഇത്രയും മതി. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇല്ലമ്മോ അമ്മാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ, മൺചട്ടിയിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ ചട്ടിയിൽ തന്നെ നമ്മൾ കഴിയുന്നത് ഇത് നമ്മൾ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുക. അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ട് ഉടനെ തന്നെ നമ്മൾ വേറെ ബോട്ടിലേക്ക് മാറ്റുക കേട്ടോ. തണുക്കുമ്പോൾ വേറെ ബോട്ടിലേക്ക് മാറ്റുക. അപ്പോൾ ഇതുകൊണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഒരു അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.